വെറും 3 മിനിറ്റ് കൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 എരിവുള്ള വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി, ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉള്ളിയും വറ്റൽമുളകും ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്യൂവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്ക്യൂവറിലേക്ക് ഈ വറ്റൽമുളക് ഓരോന്നായിട്ട് കുത്തി കോർത്തെടുക്കാം. നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് പച്ചയിറക്കളോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയൊക്കെ എടുത്തിട്ട് അതിൽ കുറക്കാവുന്നതാണ്. ഇതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്യൂവറിൽ ചെയ്യുന്നത്. നമുക്ക് നാട്ടിൽ വിറകടുപ്പിൽ ചുട്ടെടുക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഗ്യാസിലാണ് ചുട്ടെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഈ മുളകൊന്ന് ചുട്ടെടുക്കാം. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്. നിങ്ങൾക്ക് എരിവ് കുറവുള്ള വറ്റൽമുളക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 5 എണ്ണ എടുത്തത്. ഇതിങ്ങനെ 1 മിനിറ്റ് കാണിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നമുക്ക് ചുട്ടെടുക്കാം. അതും ഇതുപോലെ തന്നെ സ്ക്യൂവറിലേക്ക് കോർത്തിട്ട് കുത്തിയെടുക്കുക. ഇത് ഇവിടെ കിട്ടുന്ന ഉള്ളി വലിയ ഉള്ളിയാണ്. നമ്മുടെ നാട്ടിലെ നാടൻ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നാടൻ ഉള്ളി ആകുമ്പോൾ ഒരു 5 ഉള്ളിയൊക്കെ എടുക്കാം. ഇത് നല്ല വലിപ്പമുള്ള ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2 നമ്പർ എടുത്തത്. നമുക്ക് മറ്റേ ഉള്ളിയും ഇതുപോലെ തന്നെ സ്ക്യൂവറിലൊന്ന് കുത്തിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ മുളകും ഉള്ളിയും നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇടികല്ലില്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് 3ഉം ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ മുളകൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം. ഉള്ളിയും മുളകും കൂടെ നന്നായിട്ട് ചതച്ച് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വാളംപുളിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചതച്ച് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുളകും ഉള്ളിയും പുളിയും നന്നായിട്ട് ചതച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. യാത്രയൊക്കെ പോകുമ്പോൾ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. 2-3 ദിവസം നമുക്ക് ഈ ചമ്മന്തി ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഇത് ഭയങ്കര ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കാരണം ഇത് ചുട്ട മുളകും ചുട്ട ഉള്ളിയുടെയും ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി തന്നെ മനസ്സിലാക്കണം.